സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം സംഘടിപ്പിച്ചു. ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരുടെ ജീവവായുവായിട്ട് മാറിക്കഴിഞ്ഞിട്ടുള്ള സാധനം വിശേഷ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനത്തിലൂടെയാണ് ജീവിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം സാമ്പത്തികമായിട്ടും കേരള സംസ്ഥാനം സാമൂഹ്യമായിട്ടും വളർന്നു എന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല. സത്യത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ മാറ്റിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മറ്റാരുമല്ല സഹകരണ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ സഹകരണ പ്രസ്ഥാനം നിലനിൽക്കണമെന്നുള്ളത് വിശേഷ കേരളത്തിലെ ജനങ്ങളുടെ അത്യാവശ്യമാണ്. ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ NP വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ KC ഗീത, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P ഷാജി, അസിസ്റ്റന്റ് ഡയറക്ടർ കൺകറന്റ് ഓഡിറ്റർ KV ജയേഷ്, സർക്കിൾ സഹകരണ യൂണിയൻ അംഗം മോഹനൻ മാസ്റ്റർ, പട്ടാമ്പി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ T അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പട്ടാമ്പി, ഒറ്റപ്പാലം താലൂക്കുകളിലെ സഹകരണ ജീവനക്കാർക്ക് GST സംബന്ധിച്ച പഠന ക്ലാസും നടന്നു. ICM കണ്ണൂർ ഫാക്കൽറ്റി അംഗം N ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടന്നത്. GST ഇൻഡയറക്റ്റ് ടാക്സ് ആണ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആണ് എന്ന് പറയണമെങ്കിൽ അവിടെ പറയുന്നുണ്ടാവണം, ഡയറക്റ്റ് ഉണ്ടാവണം അല്ലേ? ഡയറക്റ്റ് ഉണ്ടാവണം. അപ്പോൾ ടാക്സിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സ്. പ്രത്യക്ഷ നികുതിയും, ഉറങ്ങരുത് സാറേ, പ്രത്യക്ഷ നികുതിയും, അതിനാണ് ആദ്യം ചായ തന്നത്. അതിനിടയിൽ ചായ തരാഞ്ഞതിൻ്റെ കാരണവും അതാണ്. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതി അല്ലേ? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സും രണ്ട് വിങ്ങാണുള്ളത്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ GST ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇതിനെങ്ങനെ ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറയും? ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറയാനുണ്ടെങ്കിൽ ഒരു The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.